ഹലോ, വെൽക്കം ടു RC Mech. നമ്മുടെ ചാനലിൽ കുറെ വന്ന ഒരു കമന്റ് ആണ് കേട്ടോ, ഒരു മിനിയേച്ചർ അക്വേറിയം ഉണ്ടാക്കാൻ. ഇന്ന് നമ്മളൊരു മിനിയേച്ചർ അക്വേറിയം ഉണ്ടാക്കാൻ പോവാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ടല്ലോ, ഇത്രയും പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ലെവൽ ആയിരിക്കില്ല, കാരണം ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്തുകൊണ്ട് ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫുള്ള് റബ്ബ് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കണേ. ഇച്ചിരി പാടുള്ള പണിയാണ് കേട്ടോ, കാരണം വെറുതെ നമുക്ക് സാൻഡ് പേപ്പർ പിടിച്ചാൽ പോരാ. നമുക്കിത് ലെവൽ ഏകദേശം ഇത് കറക്റ്റായിട്ട് വരണം, കാരണം ചെറിയൊരു ഗ്യാപ്പെങ്കിലും വന്നു കഴിഞ്ഞാൽ വെള്ളം ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇത്രയും പീസസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ അടിയിൽ വരുന്ന പീസ് മാത്രം നമ്മൾ 2 ലെയർ കട്ടിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, കാരണം അത് ചെറിയ മൂവ്മെന്റ് വന്നാൽ ലീക്ക് വരും. അതുകൊണ്ട് ഇത് 2 ലെയർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പീസുകളെല്ലാം കെയർഫുൾ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കണം. നോർമലി ഇത് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സിലിക്കൺ ജെല്ലാണ് കേട്ടോ. പക്ഷെ ഞാനിത് യൂസ് ചെയ്യുന്നില്ല, കാരണം അത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമ്മുടെ വിസിബിലിറ്റി പോകും. നമ്മുടെ നോർമലി യൂസ് ചെയ്യുന്ന ഈ ഗം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് റിസ്ക് ആണ്, കാരണം ഇത് പലയിടത്തും സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മളൊന്ന് ചെയ്ത് നോക്കുവാണ്. നമ്മുടെ അക്വേറിയം ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഗ്ലൂ ഒഴിച്ച് വിട്ടിട്ടുണ്ട്, കാരണം നമുക്ക് അധികം ഒഴിക്കാനും പറ്റില്ല, കാരണം ഇതിലേക്ക് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റ് പാച്ചസ് വരും. അത് നമ്മുടെ അക്വേറിയത്തിന് ഒരു രസം കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം പറ്റുന്ന പോലെ നമ്മൾ എല്ലായിടവും ഗ്ലൂ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലീക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇതും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ഗ്ലൂ കൂടി പോയുള്ള അവസ്ഥ ഇതാണ്. ഇതിപ്പോൾ 2 ഒട്ടിച്ചേക്കുന്നതാണ്, അടിയിൽ വരുന്നതായതുകൊണ്ട് വലിയ സീനില്ല. ഇതൊക്കെ നമ്മൾ കവർ ചെയ്യാനുള്ള സാധനമാണ്. ഇനിയിപ്പോൾ നമ്മുടെ അക്വേറിയത്തിന് ടേബിൾ വേണം. അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ലുക്കുള്ള ടേബിൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവാണേ. അങ്ങനെ നമ്മുടെ അക്വേറിയം സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ഡോർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, 2ഉം തുറക്കാവുന്ന പോലെയാണ്. ഇനി ഇതിന് പെയിന്റിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ നമുക്കൊരു ബോർഡർ സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിന് വേണ്ട ആക്സസറീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ബ്ലാക്ക് പെയിന്റ് ആണ് അടിക്കാൻ പോകുന്നത്.
നമ്മുടെ ടേബിളിന്റെ പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റഫായിട്ടൊന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും താഴെ പോയിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് റെയിൽസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് മെറ്റൽ വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യണം. നമ്മുടെ റെയിൽസും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അക്വേറിയം ഒന്ന് വെച്ച് നോക്കാം. കറക്റ്റ് സ്പേസ് ആണ് കേട്ടോ. ഒട്ടും അനങ്ങത്തില്ല കേട്ടോ. കറക്റ്റ് സ്പേസ് എന്തോ ലക്കിന് വന്നാണ്. ഇനി ശരിക്കും 2 കുഞ്ഞ് ഡോർ ഹാൻഡിൽസും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൂടെ അങ്ങ് പിടിപ്പിച്ചേക്കാം. ഇനിയിപ്പോൾ നമ്മുടെ അക്വേറിയത്തിലുള്ള പോലെ തന്നെ നമ്മൾ ഒരു ചെറിയ ലൈറ്റും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് അല്ലായിരുന്നു. ഇത് ലൈറ്റ് ഇത്ര ആയപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത് കേട്ടോ. ഇത്ര നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ചെറിയൊരു ലൈറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹാൻഡിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെയിൽസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പണി വരുന്നത്. കാരണം ഇത്രയും ചെയ്ത സത്യം പറഞ്ഞാൽ അത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. അപ്പോൾ ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. നമുക്ക് ഇതിനെ ശരിക്കും ഒരു പ്ലാന്റഡ് അക്വേറിയം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ഇനി പറമ്പിലോട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇതിന് പറ്റുന്ന കുറേ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം. ഏറ്റവും ടൈനി ആയിട്ടുള്ള മരങ്ങളും കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഇതിനു വേണ്ടി കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മതിലേൽ വളരുന്ന മറ്റേ കുഞ്ഞി പായലാണ്. ഇത് കാണാൻ നല്ല രസമുണ്ട്. വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ ഇത് രസമാണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കുന്നുള്ളൂ ഒരു മോഡലിന് വേണ്ടി. കാരണം ഇതൊന്നും വെള്ളത്തിൽ വളരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളൊരു ഔട്ട്ലുക്ക് അറിയാൻ വേണ്ടി നമ്മളൊന്ന് എല്ലാം ഫിറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതെന്താണെങ്കിലും എടുക്കാം. അങ്ങനെ നമുക്ക് വേണ്ട പ്ലാന്റ്സ് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് പറ്റുവാണെങ്കിൽ 1-2 ടൈപ്പോട് സെറ്റ് ആക്കണം. ഇനി വേണ്ടത് ഒരു ചെറിയ മരമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട മണൽ നമ്മൾ കഴുകി സെറ്റാക്കി ഇടുന്നുണ്ട്. വെള്ളം ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സും നമ്മുടെ മണലും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് പ്രോപ്പർ ഒരു ഒരു പ്രോപ്പർ പ്ലാന്റഡ് അക്വേറിയം ആക്കണം. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാന്റഡ് അക്വേറിയം ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു തരാം. കുറച്ച് മണൽ അരിച്ച് നല്ലതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിങ്കല്ല് കേട്ടോ. നമ്മുടെ അത് കിടന്ന കുറച്ച് കരിങ്കല്ല് എടുത്തിട്ടുണ്ട്. ഇതും അതിൻ്റെ കൂടെ കിട്ടിയൊരു കല്ലാണ്, രസമുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് പ്ലാന്റ്സ്, നല്ല രസമുള്ള കുറച്ച് മോസും കുറച്ച് അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തൊന്ന് സെറ്റ് ആക്കേണ്ടതുണ്ടേ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. ഈ അക്വേറിയം എന്നല്ല, വലിയ അക്വേറിയം ആണെങ്കിലും നമ്മൾ പണ്ട് മേടിച്ചിട്ട് സാധാരണ ചെയ്യുന്ന അതിനകത്ത് കുറച്ച് മണലിടും, പിന്നെ കുറച്ച് മീനും വെക്കും, ഒരു ഫിൽറ്ററും വെക്കും. സെവിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലാന്റഡ്. അതും ഞാൻ റെഫറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ട്രീനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ആക്കാൻ പോകണം. അതിനുശേഷം നമ്മൾ മണലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇത് എടുത്തപ്പോൾ എനിക്ക് വളരെ ചെറുതായിട്ട് തോന്നി. പക്ഷേ നമ്മുടെ അക്വേറിയത്തിന്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പീസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കത് ഫൈനൽ ഒന്ന് എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. ബട്ട് ഇതെന്താണെങ്കിലും ഇവിടെ നമ്മൾ നിർത്തുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു റൂട്ടും കൂടെ സെറ്റ് ചെയ്തേക്കാമേ. ഇന്നത്തെ കണ്ടല്ലോ, നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഏകദേശം ഈ ഒരു സെറ്റ് ആയിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ ശരിക്കും നല്ല പാടാണ് കേട്ടോ.
ഞാൻ ചെറിയൊരു കമ്പി വെച്ചിട്ട് പതിയെ തട്ടിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പ്ലാൻസ് ആണ് കേട്ടോ വെക്കേണ്ടത്. ഇത് ഇങ്ങനെ പിടിച്ചെടുക്കാൻ തന്നെ നല്ല പാടാണ് കേട്ടോ. നമ്മുടെ അക്വേറിയം ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സമയം എടുത്തു, കാരണം ഇത് വെക്കുന്ന പലതും അവിടെ ഇരിക്കത്തില്ല. പിന്നെ നമ്മൾ ഒരു തരത്തിലൊക്കെയാണ്, കാരണം നമുക്ക് ഇതിനകത്തേക്ക് കൈ കയറ്റാനുള്ള സ്പേസും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു. ഇത്രയും സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് എത്ര ചെടി നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പൊങ്ങിപ്പോരുമെന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. ഇനിയാണ് നമ്മുടെ ക്രൂഷ്യൽ മൊമെന്റ് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കാൻ പോവാണ്. മണലൊക്കെ നമ്മൾ അത്യാവശ്യം കഴിയിട്ടുണ്ട്, പക്ഷെ കുറച്ച് സമയം എടുക്കുമായിരിക്കും വെള്ളം തെളിഞ്ഞു വരാൻ. ചെടി എത്ര എണ്ണം പോരുമെന്നാണ് നമുക്ക് അറിയത്തില്ലാത്തോട്ട്. എന്താണെങ്കിലും വെള്ളം ഒഴിച്ച് നോക്കാം. ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കലങ്ങാനും ഇത് പൊങ്ങിപ്പോരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പീസിന് ഒരു ഹോൾ ഇട്ടിട്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം പതിയെ അതിനകത്തോട്ട് ഇറങ്ങിക്കോളും. ഇതുവരെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഒരു ചെടിയുടെ ലീഫ് പൊങ്ങിപ്പോകുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതാണ് കേട്ടോ. ഓക്കെ, വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. കണ്ടല്ലോ, മോളിൽ നിന്നുള്ള വ്യൂ ഏകദേശം ഇങ്ങനെ വരും. കുറച്ച് എയർ ബബിൾസ് ഒക്കെ ഇരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മോളിൽ നോക്കുമ്പോൾ നമുക്ക് അത്രയും മനസ്സിലാകത്തില്ല, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോഴാണ് കറക്റ്റ് അതിന്റെ ഒരു എഫക്ട് മനസ്സിലാകുന്നത്. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെടുത്ത് സ്റ്റാൻഡിൽ വെക്കണം. അതും ഒരു ടാസ്ക് ആണ്. ഇതിനെ അധികം മൂവ് ചെയ്യാതെ വേണം എടുത്തു വെക്കാൻ. കയ്യിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ, കയ്യിൽ നിന്ന് താഴെ പോകണമെന്നില്ല, ചെറിയൊരു അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ട്രീ ഉൾപ്പെടെ എല്ലാം പൊങ്ങിപ്പോരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടല്ലോ, നമ്മുടെ അക്വേറിയത്തിന്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അക്വേറിയത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അക്വേറിയം കംപ്ലീറ്റ് ആണെങ്കിൽ അതിൽ മീനെ വേണം. ഏത് മീനാ നമ്മൾ ഇടാൻ പോകുന്നതെന്നല്ലേ? ഇതെന്നാ മീമിയാ? ഈ മീന്റെ പേര് പറഞ്ഞേ. അയലേ? കുറച്ച് മീനെ മേടിച്ചു. എന്തിനാണെന്നറിയോ? ആ, കാണിച്ചു തരാം. കണ്ടല്ലോ, നമ്മൾ മേടിച്ചിരിക്കുന്നത് ഷ്രിമ്പിനെയാണ്. 2 കളറുണ്ട്, റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട്. മൊത്തം 5 എണ്ണമാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ അക്വേറിയത്തിൽ ഇടാൻ പോകുന്നത്. നമുക്ക് ഇവിടുന്ന് പിടിച്ചിടാൻ വേണ്ടി ഒരു കുഞ്ഞു വലയം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, നമ്മുടെ റിയൽ അക്വേറിയത്തിൽ ഉള്ളതുപോലെ തന്നെ. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ അക്വേറിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ ഇതിനെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ, മീനുകളൊക്കെ. ആദ്യത്തെ നമ്മൾ റെഡ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലൈറ്റ് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, ലൈറ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ മീൻ സെറ്റ് ആയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇതാണ് കേട്ടോ നമ്മുടെ അക്വേറിയത്തിന്റെ ലുക്ക് വരുന്നത്. എല്ലാവരും നല്ല ആക്റ്റീവാണ്. ചിലപ്പോൾ പുതിയ സ്ഥലം ആയതുകൊണ്ടായിരിക്കും, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അവരുടെ കളേഴ്സും നമ്മുടെ ഇതുമായിട്ട് നല്ല സിങ്ക് ആണ്, കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, മമ്മീനെയും പപ്പാനെയൊക്കെ വിളിച്ചിട്ട് ഒന്ന് കാണിച്ചു നോക്കാം കേട്ടോ അവരുടെ റിയാക്ഷൻ എന്താന്ന്. ആടെ ഗപ്പീനെ പിടിച്ചോണ്ട് നിൽക്കാണോ? ഇതാരെ ഗപ്പീനെ പിടിച്ചെന്നേ? ആടെ കുഞ്ഞിപ്പെണ്ണ അടുത്ത മീൻ. ഇതെന്നാ മീനാടി? കൂരിമീമിയാണോ ഇത്? ചുമന്ന കൂരി, സൂപ്പർ. പപ്പ ഒരു സുധന കാണിച്ചരാ. ആ, മോളെയോ? അമ്മ എന്തി? അമ്മേ വാ. മുമ്പേ മേടിച്ച മീനെ എന്താ ചെയ്യുന്നത് കാണിച്ചരാം. ടേബിള് സേവചന ഓൾറെഡി കണ്ട്. ടേബിളെ നോക്കാം, എന്റെ സാധനം എവിടെ ഇരിക്കുന്നത്? എന്നെ കണ്ടുപിടിച്ചോ? എന്റെ പ്ലാന്റ് ടാങ്ക് മിസ് ചെയ്യുന്നു. എന്റെ പ്ലാന്റ് ടാങ്ക് റെഫർ ചെയ്തേ. അടുത്തിരുന്നാലേ കാണാൻ പറ്റുള്ളൂ, ഇത്ര വലിപ്പമുള്ളൂ. അപ്പൊ മീൻ എങ്ങനെയുണ്ട്? അക്വേറിയം എങ്ങനെയുണ്ട്? ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അവളെ ചാടാൻ നോക്കി. ഇങ്ങോട്ട് മീൻ എങ്ങനെയുണ്ടാ? അക്വേറിയം എങ്ങനെയുണ്ടാ? സൂപ്പറാണോ? ആ, പറ സൂപ്പറാണ്. കിടിലൻ. ആ,
അപ്പൊ കണ്ടല്ലോ, നിങ്ങൾ പറയുന്ന ഐഡിയാസ് ആണ് കേട്ടോ നമ്മൾ നമ്മുടെ ഗ്യാരേജിൽ ചെയ്യുന്നത്. ഇതും കുറെ പേര് കമന്റ് ചെയ്തതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കുഞ്ഞിപ്പെണ്ണേ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു, എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറ. ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.